നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറയാതെ വിമർശിച്ച ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രന്റെ പേര് പാലക്കാട് പറഞ്ഞതിന് പിന്നാലെ തന്നെ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. ശോഭ മാത്രമല്ല, എല്ലാവരും ശോഭയെ പിന്തുണയ്ക്കുന്ന എല്ലാവരും ശോഭയോടൊപ്പം ഉണ്ട്. വലിയ രീതിയിലുള്ള കൂറ്റൻ ജാഥയുമായാണ് ശോഭ പാലക്കാടേക്ക് എത്തിയിരിക്കുന്നത്. തിലകം ചാർത്തിയാണ് ശോഭയെ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടവും അടക്കമുള്ളവരുടെ അവർ നിന്ന് വിജയിച്ച് ഏകദേശം 13,500-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടം MLA വിജയിച്ചു കയറിയത്. ആ മണ്ഡലത്തിലേക്കാണ് രമേശ് പിഷാരടി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അത്ര ഇടപെടാതിരുന്ന രമേശ് പിഷാരടി ഇറക്കിയിരിക്കുന്നത്. എന്തായിരിക്കും കാത്തിരുന്ന് കാണാം. പക്ഷേ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, രമേശ് പിഷാരടി ചിരിപ്പിച്ചും ഒക്കെ വേദികളിൽ നിറഞ്ഞിരുന്ന ആളാണ്. അതുമാത്രമല്ല, ഒരു മലയാള സിനിമയിലൊക്കെ നിന്ന ഒരു സ്റ്റാർ കൂടിയാണ്. എങ്ങനെ നോക്കി കാണുന്നു എന്ന് പറയുന്നു. ഒരാളുടെ കഴിവിനെയും കുറച്ച് കാണുന്നില്ല. പക്ഷേ കേരള നിയമസഭയിൽ അതൊന്നും ഒരു മാനദണ്ഡമല്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന, വർഷങ്ങളായി പാരമ്പര്യമുള്ള അല്ലെങ്കിൽ പ്രവർത്തന ശൈലിയുള്ളവരെയാണ് ജനങ്ങൾക്ക് ആവശ്യം. എന്തായാലും ഒരാളുടെയും പ്രവർത്തനങ്ങളെ കുറച്ച് കാണുന്നില്ല. മാത്രമല്ല, ഈ പാലക്കാട് ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തു പറയാതിരുന്ന വിമർശനം, പാലക്കാടുള്ള സ്ത്രീകൾക്ക്, അമ്മയ്ക്ക്, കുഞ്ഞുങ്ങൾക്ക് എല്ലാവരുടെയും വ്യക്തിത്വത്തിന്, അവരുടെ മാനത്തിന് വില കൊടുക്കുന്ന ഒരു രീതി ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ കൊണ്ടുവന്നത്. എന്തായാലും ശോഭയുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. 100% ആത്മവിശ്വാസത്തിലാണ് ഈ പാലക്കാടിന് ഒരു ശാപമോക്ഷം ഉണ്ടാകണം. ഇവിടുത്തെ വ്യവസായികൾ, ഇവിടുത്തെ സാധാരണക്കാർ, ഇവിടുത്തെ കർഷകർ, ഇവിടുത്തെ പെൺകുട്ടികൾ, ഇവിടുത്തെ അമ്മമാർ, ആബാലവൃദ്ധം വരുന്ന ജനങ്ങൾക്കും വേണ്ടി അവരുടെ ഒരാളായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ കേരളത്തിനും വേണ്ടി ഞാൻ പാലക്കാട് നിന്നുകൊണ്ട് വോട്ട് അപേക്ഷിക്കുകയാണ്. അതിന് നമ്മുടെ കേരള നിയമസഭയിൽ അതിന് പ്രത്യേകിച്ച് ഒരു വിശേഷവുമില്ല. കാരണം കേരളത്തിൻ്റെ നിയമസഭയിൽ ചർച്ചകൾ നടക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അനുഭവവും കരുത്തുമുള്ള ആളുകൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിയമസഭയ്ക്കകത്ത് പോകുന്നത്. അപ്പം അതുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരട്ടെ. ഒരു സ്ഥാനാർത്ഥിയുടെയും കഴിവിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള താല്പര്യം എനിക്കില്ല. രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ രംഗത്ത് വരട്ടെ. പക്ഷേ പാലക്കാട് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്. അല്ല, ഞങ്ങൾക്ക് ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന കഥകൾ കേൾക്കാനേ ഇഷ്ടമല്ല എന്നുള്ളതാണ്. അത് ആരും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പറ്റിയ ആ തെറ്റിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടല്ല. ഞങ്ങൾ ചോദിക്കുന്നത് നമുക്ക് പാലക്കാടിനെ മാറ്റണ്ടേ, നമുക്ക് കേരളത്തിലെ വികസനം ചർച്ച ചെയ്യണ്ടേ, നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് അത് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിയമസഭയ്ക്കകത്ത് കയറി ചെന്നുകൊണ്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ ആളുകൾ വേണ്ടേ എന്നുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഇടതുപക്ഷത്തിന് ബദൽ വലതുപക്ഷമല്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സിറ്റിംഗ് MLA കൂടി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്ന ഒരു സമയത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്.